കഴിച്ചാൽ ഒരിക്കലും മടുപ്പ് വരാത്ത ഈ ഒരു ഈസി ടേസ്റ്റി ഡെസേർട്ട് ഇപ്പം വൈറലാണല്ലോ അല്ലേ? നമുക്കും തയ്യാറാക്കി നോക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പം നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതേപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ചെറിയൊരു കട്ടിക്ക് ഞാൻ ഇതേപോലെ ചെരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നോർമലി പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കലില്ലേ? അതുപോലെ പാനിൽ വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു പാനിലോട്ട് കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ പഴം ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഒരു സൈഡ് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് ഒന്ന് കുക്കാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇനി ശർക്കര പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ. ശർക്കര പൗഡർ നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്യുന്നേക്കാളും ടേസ്റ്റ് ശർക്കര പൗഡർ തന്നെയാണ്. എന്നിട്ട് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ശർക്കര പൗഡർ ആക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ശർക്കരയൊക്കെ ഇല്ലേ, ഇതൊക്കെ ഒന്ന് കാരമലായി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അത് നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക കേട്ടോ. ഇതിൻ്റെ മുകളിലോട്ട് ഈ ഒരു ചൂടുള്ള പഴത്തിൻ്റെ മുകളിലോട്ട് ഐസ്ക്രീം ചേർത്ത് കൊടുക്കണം. നമ്മൾ വാനില ഐസ്ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു ഡെസേർട്ടിന് വാനില ഐസ്ക്രീം തന്നെയാണ് കോംബോ ആയിട്ട് വരുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ സെലിബ്രിറ്റി ഇത് തയ്യാറാക്കി എടുക്കുന്നത് റമ്മൊക്കെ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് റമ്മൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ അടിപൊളിയാണ്. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. മിക്ക ആളുകളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ട്രൈ ചെയ്തവർ എന്തായാലും കമൻറ്റിൽ അഭിപ്രായം പറയണേ.